ഒറ്റ പോലെ ഒറ്റിക്കല്ലൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. ഒരു കണക്കിന് പറഞ്ഞ അന്ന് ആ പെണ്ണ് കാണാൻ നന്നായി. ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ പേരിന്റെ ഒടുവില് B.Ed എന്ന് 3 അക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുവല്ലോ ആണോ? 4 ഏക്കർ റബ്ബർ തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ടാ? എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വല്ലതും പറഞ്ഞോ? ഒന്ന് അട്ടിച്ചു തിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പൊ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ, പാവം. അത് മോശമല്ലേ? നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി, അസല് കല്യാണം മുടക്കി. ഒരു ഊണ് കൂടി നഷ്ടം. കുട്ടികൾ ഉടനെ എത്തും. അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ. കൊണ്ടുപോകാനായിട്ട് കുര്യാക്കോസ് വരും. അതുവരെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല. മനസ്സിലായല്ലോ? ഓ സുധി, അനു, സുധി മോനെ. അനുമോളെ. ഹായ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെല്ലാം ഒന്ന് ശരിയായത്. ഇന്നലെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇന്നാ ശരിക്കും പിണക്കെല്ലാം തീർന്നത്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും മുൻകൈ ഞാനെടുത്തു. എന്നാലും ഞാൻ തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ തോറ്റു കൊടുത്തു. അങ്ങനെ തോറ്റ മമ്മിയും പിള്ളേരും കൂടെ ഇവിടെ കഴിയുന്നു. ഡാഡിയുടെ ജോലിയുമായി പുറത്തേക്ക് പോകും. അത് പറ്റില്ല. ഇന്ന് എവിടെയെങ്കിലും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. അയ്യോ, ചുറ്റാനോ? ഈ പാവം ഡാഡിയെ ചുറ്റിക്കല്ലേ മോനെ. ജോലിയുണ്ട്. മമ്മിയാണെ പാട്ട് പാടിത്തരും, ഡാൻസ് ആടിത്തരും, ഐസ്ക്രീം ഉണ്ടാക്കിത്തരും. കോംപ്രമൈസ്. എന്തിനൊരു കോംപ്രമൈസ്? അതുകൊണ്ട് ഡാഡിയെ ചുറ്റിക്കാതിരിക്കാൻ വേണ്ടി വെറും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഡാഡി നമ്മളെ ചുറ്റാൻ കൊണ്ടുപോകുന്നു. റെഡി? എന്നാ പോയി ഡ്രസ് മാറിക്കോളൂ. സോ സ്വീറ്റ്. ഒരു സാധാരണ നിലവാരത്തിലുള്ള അഭിനയമൊക്കെ മതി. അഭിനയിച്ചങ്ങ് അരങ്ങ് താർക്കണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പിന്നെ നീ എന്തിനാ ചുറ്റാൻ കൊണ്ടുപോകുന്നു പറഞ്ഞത്? അയ്യ, അപ്പൊ ഞാൻ ഡാൻസ് ആടി കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതോ? അതൊക്കെ അല്ലല്ലോ നീ ഇവിടെ ചെയ്യുന്നതല്ലേ. അതെന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാ. നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കുളവാക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതന്നെ? കുളം. കുളം ഞാൻ അന്നേ മൂടിയില്ലേ. അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അയ്യോ, കഷ്ടമായിപ്പോയി. ഞാൻ എത്ര മുങ്ങി കുളിച്ച കുളം. റെഡി? അപ്പൊ ഒരു അരമണിക്കൂർ ചുറ്റാൻ പോകുന്നു. ഓക്കെ? എന്താടോ കുര്യാക്കോസ്? കുര്യാക്കോസ് എപ്പ എത്തി? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? എന്താന്ന്? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ?
ആ രാവിലെ ഫോണിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് വരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങടാ പോകേണ്ടത്? പഴവം കാണിക്കോ? ബാംഗ്ലൂർ വരണമെന്ന് പറഞ്ഞു, ദേ ബാംഗ്ലൂർ തന്നെ വന്നിരിക്കണേ. എന്തേ? ഓഹോ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കൃത്യം എന്താ ഇവിടെ തന്നെയാണ് തന്നോട് ആരാ പറഞ്ഞ? തനിക്ക് നേരെ ഓഫീസിലേക്ക് പോയ പോരായിരുന്നു. ഓഫീസിൽ പോയപ്പോഴാ അറിഞ്ഞത് ബാംഗ്ലൂർ ഇപ്പൊ അവിടെയല്ല, ബാംഗ്ലൂർ ഇപ്പൊ ദേ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. ഡാനിയിലെ കുട്ടീനെ അഡ്രസ് തന്നത്. ഹോ, ഈ ഡാനിയിൽ കൂട്ടിയിട്ട് ഒരു കാര്യം. പോകാം വിജയേട്ടാ, ആകെപ്പാട് 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. ആ അത് ശരിയാ, വരൂ. കുര്യാക്കോസേ, ആ താനും കയറിക്കോ, വഴിയിലെങ്ങനെ വിടാം. ഓനെ തുറക്കടാ തുറക്കടാ. ഇത് എന്താണോ കാണിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ കയറി. കയറ്. നിന്റെ സീറ്റ് ഞാൻ പിന്നെ തരാം, നീ ഇരിക്കും. വിജയേട്ടന്റെ തിരക്കിന് ഒരു കുറവുമില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു. മമ്മിയാ? ഏത് മമ്മി? എവിടത്തെ മമ്മി? ഞങ്ങളുടെ മമ്മി. ഞങ്ങളുടെ അമ്മയും. കാലത്ത് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അമ്മ എന്ത് കരുതുവോ? അതെ, ഒന്ന് നിർത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും നിർത്താൻ. പിള്ളേരെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പൊ ആരെയും കളിപ്പിക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിലേ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. എനിക്ക് മേലും കീഴും നോക്കാനില്ല. വേണ്ടി വന്ന സർവ്വതും ഞാനിപ്പോ പൊളിക്കും. താൻ എന്താടോ ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? വേണ്ട, കണ്ണിറുക്കി കളിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പൊളിക്കും. അല്ലെങ്കിലും അന്ന് തന്നെ കുര്യാക്കോസ് പൊളിച്ചല്ലോ. എന്നാ കുട്ടികളുടെ അവധി തീർന്നു വന്ന ദിവസം കുര്യാക്കോസ് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നില്ലേ? ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടും കുട്ടികൾ പട്ടിണി കിടന്ന കാര്യം എന്നോട് പറഞ്ഞോ? കുട്ടികളുടെ കാര്യം ആരോട് പറഞ്ഞു? ദേ വേണ്ട വേണ്ട, വെള്ളത്തിൽ ആണി അടിക്കണ്ട, അത് കേറൂല. ഇതെന്തോ കുഴപ്പം തന്നെയാണല്ലോ വിജയേട്ടാ. വേണ്ട, എന്റെ മുമ്പിൽ കിടന്ന് കബഡി കളിക്കണ്ട, ഡ്രില്ലും കളിക്കണ്ട. സാരല്ലേ ഹേമേ, ഇതെന്തോ കാലാവസ്ഥയുടെ. പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നതല്ലേ. കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. സുധി, അനു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. താനിങ്ങോട്ട് ഇറങ്ങി വന്നേ, തന്നോട് കാര്യം പറട്ടെ. ഇറങ്ങന്നെയാ, ഇറങ്ങാൻ തന്നെ തീരുമാനം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് മതി ഇനി യാത്ര. അതെ, ഹലോ. ഓഹോ, പുറപ്പെട്ടോ? എത്ര നേരം ഉണ്ടാവും? 2 മണിക്കൂറോ? അപ്പൊ ഇങ്ങോട്ട് എത്താറായല്ലോ. ആ നോക്കിക്കോളാം. ആ എന്താ ശിവരാമ? ഡാനിയലൂട്ടിയാ, കുര്യാക്കോസ് അവിടുന്ന് പുറപ്പെട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് എത്തും. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മളത്ര കാര്യാക്കണ്ട. അതൊന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചേ. പാവം, എന്താ പറ്റിയെന്ന് എങ്ങനെ അറിയാ? അത് ഈ തുടരെയുള്ള യാത്രയും ബഹളമൊക്കെ അല്ലേ. സാരല്ലേ, നമുക്ക് നോക്കാം. ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ? കാശാ സാറേ, തരാടോ. എന്താ കുര്യച്ചന് എന്നെ മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച. ഞാൻ വിചാരിച്ചു തന്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന്. ഇത് കുഴപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര കുഴപ്പമാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കുര്യച്ച. എങ്ങനെ അറിഞ്ഞു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിക്കണേ. കുര്യത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? സമാധാനമായിട്ട് കാര്യം പറ. പരസ്പര ബന്ധമുണ്ടോ നോക്കട്ടെ. താൻ എന്തിനാ എപ്പോഴും എന്റെ കൈമ കയറി പിടിക്കണേന്ന്? കുര്യത്തിന് കിടക്കണോ? പറ. എന്തോ പ്രശ്നമുണ്ട് ശിവരാമ. ഉണ്ട്, അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ. ഒരു പെണ്ണ് കയറി അങ്ങോട്ട് വിലസല്ലേ. ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമില്ല. പരസ്പര ബന്ധം ഉണ്ടോ? ശരിക്കുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ടാ ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്. സംഗതി സർവത്ര വഷളാ. ശിവരാമ, ഇപ്പൊ എന്താ ചെയ്യാ? പിടിച്ചു കെട്ടിക്കുക, അല്ലാണ്ട് എന്താ? ഓ, അതാ അതിന്റെ ശരി. നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. സാരല്ല. എടോ ഭാസ്കര, കൊച്ചാപ്പി, വാസു, കയ്യോടെ പിടിക്കാൻ, നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ്ട, അങ്ങോട്ട് നടക്കുക. ഞാനല്ലേ പറഞ്ഞത്, ശിവരാമേട്ടനെ വിളിക്കണേ. സുമതി, വെള്ളം വെള്ളം.